ബബ്ബബ്ബ എന്ന് പറയുന്ന ഒരു സിനിമ ഇറക്കിയപ്പോൾ ദിലീപ് വിചാരിച്ചത് ഇതിലൂടെ അങ്ങ് രക്ഷപ്പെടാം എന്നാണ് ഇയാൾ കരുതിയത്. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബബ്ബബ്ബ ഇയാൾക്ക് തന്നെ ഒരു വലിയ പാരയായിട്ടാണുള്ളത്. ബബ്ബബ്ബ എന്ന് പറയുന്ന ഈ സിനിമ ഇറങ്ങിയപ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും തോന്നുന്ന ഒരു സംശയം, ഇയാൾക്ക് മുന്നേ തന്നെ ഈ വിധിയെപ്പറ്റി അറിയാമായിരുന്നോ എന്നുള്ളൊരു സംശയമുണ്ട്. അതുമാത്രവുമല്ല, പലരെയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ അവിടുന്ന് കൊത്തി വലിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയെ തട്ടിക്കൊണ്ടുപോകുക, അതുപോലെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലും അതിജീവിതയെ പോലും കളിയാക്കുന്ന, അല്ലെങ്കിൽ പലരെയും കളിയാക്കുന്ന, എന്നാൽ നേരിട്ടൊന്നും പറയുന്നുമില്ല. എല്ലാം എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കിക്കൊണ്ടുള്ള പരിപാടി തന്നെയാണ്. അപ്പൊ ഇയാൾ കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരക്കഥ എഴുതാൻ വേണ്ടിയിട്ട് അവരെ ഏൽപ്പിക്കുമ്പോൾ തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, മക്കൾ ഇതുപോലെ മാത്രമേ തിരക്കഥ വരാൻ പാടുള്ളൂ. അപ്പൊ എനിക്ക് തോന്നുന്ന ഒരു സംശയം, ഇയാൾക്ക് മുന്നേ ഈ വിധിയെ പറ്റി അറിയോ? അല്ല, ഇങ്ങനെ വിധി വരത്തുള്ളൂ എന്ന് ഇയാൾക്കറിയോ? ഇത്ര കൃത്യമായിട്ട് ഡേറ്റും കാര്യങ്ങളൊക്കെ വെച്ചൊരു സിനിമ ഇറക്കണമെങ്കിൽ ഒരു ഭയങ്കര ഒരു കഴിവ് തന്നെ വേണമായിരുന്നേ. അല്ലാതെ ഒരിക്കലും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്. അതായത് ഈ വിധി വന്നതിന് ശേഷം ഷൂട്ട് ചെയ്ത ഭാഗമൊന്നുമല്ല, പണ്ടേ ഷൂട്ട് ചെയ്ത ഭാഗങ്ങളാണ്. അപ്പൊ ഇയാൾക്ക് മുന്നേ ഇതിങ്ങനെയേ വരത്തുള്ളൂ, അല്ലെങ്കിൽ ഇതിങ്ങനെ വരാൻ പാടുള്ളൂ എന്നുള്ളതുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ഏതായാലും ബബ്ബബ്ബ എന്ന് പറയുന്ന ഒരു സിനിമയിലൂടെ പെട്ടുപോയത് എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ തന്നെയാണ്, വേറെ ആരുമല്ല. ലാലേട്ടൻ എന്തിനു വേണ്ടിയിട്ടാണ് ഇതിന് തലവെച്ചു കൊടുത്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും അതിജീവിതയുടെ കൂടെയാണെന്ന് പറഞ്ഞിട്ട് ഈ ഒരു സിനിമയ്ക്ക് തലവെച്ചു കൊടുത്തത് വളരെയധികം മോശമായി പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ, ദിലീപ് എന്ന് പറയുന്നയാള് ആ ലാലേട്ടൻ അഭിനയിക്കുന്ന ആ ഒരു സമയത്തൊക്കെ അയാൾ ശരിക്കും വിചാരണ നേരിടുന്ന ഒരു വ്യക്തി തന്നെയാണ്. വിധി പോലും വരാത്ത സമയത്താണ് അഭിനയിച്ചത്. ലാലേട്ടന്റെ ആരൊക്കെയോ പറയുന്നത് കേട്ടോ, ദിലീപ് ഇപ്പൊ കുറ്റവാളിയല്ല എന്ന്. പക്ഷെ നേരെ മറിച്ച് നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കണം. ഈ സിനിമ ഷൂട്ട് ചെയ്തത് എന്ന് പറഞ്ഞാൽ 3-5 മാസം മുന്നെയാണ്. അന്ന് എന്ന് പറഞ്ഞാൽ ദിലീപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആനുകൂല്യമില്ല. അന്ന് ദിലീപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സംശയത്തിന്റെ പേരിൽ തന്നെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ മലയാളികളായിട്ടുള്ള അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം ഇതിന്റെ പുറകിൽ ആരാണ്, എന്തിനു വേണ്ടിയിട്ടാണ്, എങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് എന്ന് പറഞ്ഞത് ഈ വിധിയുണ്ട്, ആ വിധിയുണ്ട്, ഇത് കണ്ടില്ല എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ദിലീപിന് ഇനിയിപ്പോൾ ഈ തെളിയിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു വെല്ലുവിളി തന്നെയാണ്. ഇയാളിനി നല്ല രീതിയിൽ പണിയെടുക്കേണ്ടി വരും. എന്തുകൊണ്ടാണ്? അത്രയും ഇത് സമൂഹത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ ഒരു ആസൂത്രണം ചെയ്തതാണ് ഈ സിനിമ അടക്കം. അതായത് എൻ്റെ വിധി വരും, പിറ്റേ ദിവസം നിന്നെ ബബ്ബബ്ബ ഇറക്കണം, ഭയം ഭക്തി ബഹുമാനം ഇറക്കണം. ഏതായാലും ആ സിനിമയോട് കൂടിയിട്ട് ദിലീപ് പാതാളത്തിലേക്ക് താണുപോയ പോലെ അതുള്ളത്. ആ സിനിമ ഇറക്കിയിട്ടില്ലെങ്കിൽ കുറച്ചും ഒരു മാന്യത കിട്ടുമായിരുന്നു. അതുമാത്രമല്ല, ഏറ്റവും വലിയൊരു മാന്യത പിന്നെ പ്രശ്നം പറ്റിയത് ഈ മാർട്ടിൻ എന്ന് പറയുന്നവന്റെ വീഡിയോ ഇറങ്ങി. അതിൻ്റെ അകത്തും ഏട്ടനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വെളുപ്പ് ആരിറക്കിയതാണ്, എന്താണ് എന്നൊക്കെ നമുക്ക് മനസ്സിലായി. അതുപോലെ തന്നെ എന്ന് പറഞ്ഞ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ഏട്ടനെ തകർക്കണം, ദിലീപിനെ തകർക്കണം എന്ന് പറഞ്ഞിട്ട്. ആ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിൻ നോക്കുമ്പോഴേക്ക് അതും ആരാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. എല്ലാ ഇത് എന്താ പറയേണ്ടത്, ഈ പ്രശ്നങ്ങളും ദിലീപിന്റെ തലയിലേക്കാണ് പോകുന്നത്. കാരണം എന്താ? അയാൾ ജനങ്ങളുടെ മുന്നിൽ സത്യവാനാകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ജനങ്ങളുടെ മുന്നിൽ ഞാൻ ഡീസൻ്റ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അയാൾ ചെയ്യുന്ന കോപ്രായത്തരങ്ങൾ മുഴുവൻ അയാൾക്ക് തന്നെ ഒരു പാരയായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ കാരണം എന്താണ്? ജനങ്ങൾ വിശ്വാസത്തിലെടുക്കുന്നില്ല. അയാൾ ഒരു കാരണവശാലും വിശ്വാസത്തിലെടുക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ വിധിപ്പകർപ്പും കൂടി വന്നതിൽ പിന്നെ എന്ന് പറഞ്ഞാൽ ദിലീപ് എന്ന് പറയുന്ന ഒരാളുടെ ക്രൂരമായിട്ടുള്ള മുഖമാണ് കാണുന്നത്. ഈ പൾസർ സുനി എന്ന് പറയുന്നവരും അതുപോലെ തന്നെ അവന്റെ കൂട്ടാളികളായ മാർട്ടിൻ അടക്കമുള്ളവര് ഈ സമൂഹത്തിൽ ജീവിക്കാൻ വരെ യോഗ്യതയില്ലാത്തവരാണെന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെയുള്ള ഓരോരോ ചെറ്റകളെ ശരിക്കും കൂട്ടുപിടിച്ചിട്ട് ഇവനൊക്കെ ഇവിടുന്ന് കാണിക്കുന്ന തോന്നിയവാസങ്ങളെ, അതായത് ഇവന്റെ ഒന്നും സിനിമ പോലും ഒരു മനുഷ്യന്മാരെ കാണരുത് എന്ന് ഞാൻ പറയുള്ളൂ. ഒരാൾ പോലും കാണാൻ പാടില്ല ഇവന്റെ ഒന്നും സിനിമ. എന്തിനാണ് ഇവന്റെയൊക്കെ സിനിമ കാണുന്നത്? അതായത് ഇവനും ഇവന്റെ സിൽബന്തികൾക്കും ആഘോഷിക്കാനും, അതുപോലെ തന്നെ ഇവനും ഇവന്റെ സിൽബന്തികൾക്കും മറ്റുള്ളവരെ തെറിവിളിക്കാനും. ഇപ്പോഴേ ബബ്ബബ്ബ പോലെ ഒരു സിനിമ ഇറക്കിയിട്ട് അങ്ങ് രക്ഷപ്പെടാം, അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് ജനങ്ങൾ എന്നെ അങ്ങോട്ട് ഏറ്റെടുക്കും എന്നൊക്കെ വിചാരിച്ച ശരിക്കും ദിലീപ് പെട്ടുപോവുകയാണ് ചെയ്തത്. അയാൾക്ക് ഈ സിനിമ ഇറക്കേണ്ട യാതൊരു ആവശ്യമില്ലായിരുന്നു. ഇനിയിപ്പോൾ അയാൾ കുറച്ചു കാലം എന്ത് ചെയ്യുക, സിനിമയൊന്നും ഇറക്കാതെ എവിടെയെങ്കിലും മൂലക്ക് കുത്തിയിരിക്കുക, അതാ വേണ്ടത്. കാരണം എന്താ വെച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ, കേരളത്തിലെ ജനങ്ങൾ അങ്ങനെ മണ്ടന്മാരൊന്നും അല്ല. അവർക്കൊക്കെ എന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലാകും. ഞാൻ പറഞ്ഞല്ലോ, ഒരു എന്താ പറയുക, ഒരു അമ്മയും പെങ്ങന്മാരും അതുപോലെ മക്കളൊക്കെ ഉള്ള ഒരാൾ പോലും എന്ന് പറഞ്ഞ ഇയാൾക്ക് സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും ക്രൂരമായിട്ടാണ് ഈ
ബൾസർ സുനി എന്ന് പറയുന്നവനെ കൊണ്ട് ആര് ജയിച്ചാലും, ഇപ്പോഴും ദിലീപ് ജയിച്ചു എന്നല്ല പറയുന്നത്, പക്ഷേ സംശയത്തിന്റെ മുന, ഞാനല്ലോ കോടതി വിധി ഉണ്ടെങ്കിലും ഇപ്പോഴും എല്ലാവരും സംശയിക്കുന്ന കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെയാണ്. ഇപ്പോഴും ആ സിനിമയുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഓരോ ദിവസവും ഇങ്ങനെ PR വർക്കുകൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും PR വർക്കിൽ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ദിലീപിന്റെ സിനിമ ഇപ്പോഴും ഭയങ്കരമായിട്ട് ഓടുന്നുണ്ട്, ഇപ്പോഴെല്ലാം ഹൗസ്ഫുൾ ആണ് എന്നുള്ള തരത്തില്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കേണ്ടത് എന്താ വെച്ചാൽ, ഇതൊക്കെ ജനങ്ങളെ മണ്ടമാറാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ വേറെ ഒന്നും അല്ല. എന്താണെന്ന് വെച്ചാൽ ഒരു 3-4 സെന്ററിൽ ഒരു ഷോ അങ്ങ് പ്രദർശിപ്പിക്കും, അതിന്റെ താളില്ലെങ്കിൽ വേണ്ടിയില്ല, കുഴപ്പമില്ല, ഒന്നുമില്ല, അവരങ്ങ് ഷോ അങ്ങ് പ്രദർശിപ്പിക്കുകയാണ്. അപ്പൊ ഇത് കണ്ടിട്ട് എല്ലാവരും വിചാരിക്കുന്നത് എന്താ, ഓ ദിലീപിനെ വീണ്ടും തിരിച്ചു കൊണ്ടുവരികയാണ്, എല്ലാവരും ജനപ്രിയ നായകനെ എല്ലാവരും തിരിച്ചു കൊണ്ടുവരികയാണ്. മോഹൻലാലിനിട്ട് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. മോഹൻലാൽ കാണിച്ചത് വലിയ തെണ്ടിത്തരം തന്നെയാണ്, ഒരു കാരണവശാലും അയാൾ കാണിക്കാൻ പാടില്ല. അയാൾക്ക് ദിലീപിനെയും വേണം, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാം വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും നടക്കില്ല. മോഹൻലാൽ ഒരിക്കലും ഇതിന് കൂട്ടു നിൽക്കാൻ പാടില്ലായിരുന്നു. സ്നേഹപൂർവ്വം പറയണം, ദിലീപേ ഇപ്പോഴെനിക്ക് കഴിയില്ല, എന്തെങ്കിലും ഒന്ന് ആകട്ടെ എന്ന് പറഞ്ഞിട്ട് സ്നേഹപൂർവ്വം ഉപേക്ഷിക്കുകയാണ് വേണ്ടത്. അല്ലാതെ മോഹൻലാൽ ഇതിൻ്റെ അകത്ത് ചാടി വീണിട്ട് അങ്ങേരെ ഇപ്പോഴും നെഗറ്റീവ് കൊണ്ട് അങ്ങേർക്ക് ഇപ്പോഴും ഇരിക്കപ്പുറത്തിയില്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഇനി അടുത്ത പടത്തെ കൂടി ഇത് ബാധിച്ചു എന്ന് വരാം. ഒരുപാട് ആൾക്കാർ, ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ആൾക്കാർ ദിലീപിനോട് വിഷമമുള്ള ആൾക്കാരുണ്ട്. അവരൊക്കെ എന്ന് പറഞ്ഞാൽ മോഹൻലാലിന്റെ സിനിമയും കൂടി ഇനി കാണില്ല എന്നുള്ള തരത്തിൽ തന്നെയാണ്. എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ഇതേപോലെ അനുഭവിക്കുമ്പോഴേ ഇത്രയും വലിയ ഒരു പണവും കാര്യങ്ങളും ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. പൾസർ സുനി എന്ന് പറയുന്നവരത്തിന് 1.5 കോടിക്കാണ് ഈ കൊട്ടേഷൻ വാങ്ങിച്ചത് എന്ന് പറയുമ്പോഴാണ് നാളെ ഇതുപോലെയുള്ള സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കാം. നമ്മളെ മലയാള സിനിമയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു കൊട്ടേഷൻ നമ്മൾ എല്ലാവരും കേൾക്കുന്നത്. ഇതിപ്പോ ഒരു പുതിയ തലമുറയിലെ ഒരു നടൻ എന്താ വെച്ച് കഴിഞ്ഞാല്, ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ പൈസ കൊടുത്തിട്ടെല്ലാം നേടാം. ഇപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പോലീസുകാരാണ് ഈ ഇങ്ങനെ എന്താ വെച്ചാൽ ഷൂട്ടിംഗ് ഒക്കെ വരുമ്പോൾ അവിടെ ഉണ്ടാവുക. ഇപ്പൊ അതല്ല, ഇപ്പൊ എന്ന് പറഞ്ഞാൽ മട്ടാഞ്ചേരിയിലെ കുറെ ഗുണ്ടകളുണ്ട്. ഈ ഗുണ്ടകളെയാണ് എല്ലാവരെയും, അതുപോലെ പലിശക്കായാലും, പിന്നെ ഇവരൊക്കെ പലിശക്ക് പണം കൊടുത്തിട്ടുണ്ട്, റിയൽ എസ്റ്റേറ്റ് ഉണ്ട്, പല നടന്മാർക്കും എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഇല്ലീഗൽ ബിസിനസ്സും ഉണ്ട്. ഈ ബിസിനസ്സിനൊക്കെ ചുക്കാൻ പിടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിയിലെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പായിരിക്കും. ആ ഗ്രൂപ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പൾസർ സുനിയെ പോലെ ഇവനൊന്നും വീട്ടിലോ നാട്ടിലോ 5 പൈസ കൊടുക്കത്തില്ല. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നാട് മുഴുവൻ ഇവനൊക്കെ സൗഹൃദമാണ്, കുടുംബം തകർക്കുന്ന സൗഹൃദമാണ്. അവിടെയുള്ള ചില ഉണ്ണാക്കം ഭർത്താക്കന്മാരാണെങ്കിൽ ഇതിന് നല്ല രീതിയിൽ സപ്പോർട്ടും ചെയ്തു കൊടുക്കുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഉണ്ണാക്കന്മാർക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. ഈ പൾസർ സുനിയെ പോലെ ഉള്ളവൻ വീട്ടിൽ വരുമ്പോൾ ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ മേഡം എന്നൊക്കെ പറയുന്ന കുറെ ടീമുണ്ടല്ലോ, ഈ പൾസർ സുനിയെ പോലെയുള്ളവൻ വീട്ടിലേക്ക് വരുമ്പോൾ ഇവന്മാർ ഇറങ്ങിയിട്ട് വേറെ എന്തിനെങ്കിലും പോവാ, ഒരു നാരങ്ങോളം കുടിച്ചിട്ട് വരിക. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇങ്ങനെയുള്ള പല കാര്യങ്ങളുമാണ് സിനിമാ മേഖലയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ബബ്ബബ്ബ എന്ന് പറയുന്ന ഒരു സിനിമ നല്ല രീതിയിൽ മൂഞ്ചിയിരിക്കുകയാണ്, അതിന് ഉയർത്തെഴുന്നേൽപ്പില്ല. ഏതായാലും ഇതിൽ പെട്ടുപോയിരിക്കുന്ന മോഹൻലാല് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പല ആൾക്കാരും ഉണ്ട് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നന്ദി, നമസ്കാരം.